1 കിലോ 80 രൂപ വരെ ലാഭം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ 2 ബ്രാൻഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മയൂര എസ്.ആർ.ഡി. നമുക്കറിയാം ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ളതാണ് മയൂര എസ്.ആർ.ഡി എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ്. അപ്പൊ മയൂര എസ്.ആർ.ഡിയുടെ കൂടെ നമ്മൾ എടുത്തിരിക്കുന്നത് ചിന്നാറിന്റെ പി.ഡി ഗ്രേഡിൽ വരുന്ന ഈ ഒരു ബ്രാൻഡും കൂടെയാണ്. ഇത് 35 കിലോ ആണ് ഇതിന്റെ തൂക്കം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് മയൂർ എസ്.ആർ.ഡി മാത്രം നമ്മൾ വിൽപ്പന നടത്തുകയാണെങ്കിലുള്ള ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 190 രൂപ നെറ്റ് മയൂർ എസ്.ആർ.ഡിക്ക് വില വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചിന്നാറിന്റെ വിലയാണെങ്കിൽ ഒരു 130 രൂപയാണ് ഇപ്പൊ ഈ ഒരു പി.ഡിയുടെ വില വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർക്കാതെ നമ്മൾ ഈ ഒരു മയൂര എസ്.ആർ.ഡി മാത്രമായിട്ട് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മയൂരയ്ക്ക് 190 രൂപ വിലയുള്ളത് കാരണം നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 30 രൂപ അല്ലെങ്കിൽ 40 രൂപ 240 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 40 രൂപയ്ക്ക് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പൊ നമ്മള് 190 രൂപയ്ക്ക് മയൂര പോലുള്ള ഇത്രയുള്ള ഒരു ടോപ്പ് ബ്രാൻഡൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് വിൽക്കുമ്പോഴത്തേക്കും ഒരു ശരാശരി 40 രൂപയുടെ ഒരു ലാഭം നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇതുപോലുള്ള ചിന്നാർ പോലുള്ള ബ്രാൻഡുമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്ന് വരുമാന മാർഗം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഒരു ബ്രാൻഡൊക്കെ എടുത്തിട്ടാണ് നിങ്ങൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് ഇത് വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം അതായത് 80 രൂപ 1 കിലോയിൽ മേൽ നിങ്ങൾക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ്. ഇതിനൊരു 130 രൂപയും ഇതിനൊരു 190 രൂപയും ഹോൾസെയിൽ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വില വരുന്നത്. നിങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഒരു 190 രൂപയായിരിക്കും മയൂര സാധനം കിട്ടുന്നത്. ഒരു 5 രൂപയുടെ വ്യത്യാസം ചിലപ്പോൾ വരാം. 85-ന് കിട്ടാം, ചിലപ്പോൾ 95-ന് കിട്ടാം. അത് ഓരോ ഹോൾസെയിൽ ഡീലർമാരുടെ കയ്യിൽ വശം ഇരിക്കുന്നത് പോലെ ആയിരിക്കും വിലയുടെ കാര്യത്തിൽ വരുന്ന ഈ ഒരു വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് അതൊരു 190-നും ഇതൊരു 130 രൂപയ്ക്കും കിട്ടുവാണെങ്കിൽ ശരാശരി ഇത് രണ്ടും കൂടെ കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്കറിയാം 1 കിലോയിൽ എത്ര രൂപ വില വരും എന്നുള്ളത് നമുക്ക് ഏകദേശം കൂട്ടി നോക്കാവുന്നതാണ്. അതായത് 320 രൂപയായിരിക്കും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്കും വരുന്നത്. 190 130 ഇത് രണ്ടുമായിട്ട് നമ്മൾ നേരെ കൂട്ടുമ്പോഴത്തേക്കും 160 രൂപ 1 കിലോയിൽ വില വന്ന് നിൽക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 160 രൂപയ്ക്ക് നമുക്ക് വില നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാം 240 രൂപയ്ക്കാണ് 1 കിലോ തേയില നമ്മൾ വിൽപ്പന നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ശരാശരി 80 രൂപ വരെ 1 കിലോയിൽ ലാഭം കിട്ടും എന്നുള്ളതാണ്. ഇതൊരു ബ്രാൻഡ് മാത്രമായിട്ട് ഈ ഇരിക്കുന്ന ഒരു ചിന്നാറ് പോലുള്ള 35 രൂപ ഒരു ബ്രാൻഡ് മാത്രമാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ പ്രശ്നം വരും അല്ലെ. നമ്മൾ ഇത് മാത്രമായിട്ടാണ് കൊടുക്കാൻ ചെല്ലുന്നതെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ കുറച്ച് കൊടുക്കും, വിൽപ്പന നടത്തും. അത് കഴിയുമ്പോഴത്തേക്കും ക്വാളിറ്റി പോരായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വെച്ച തേയിലയ്ക്ക് ക്വാളിറ്റി ഇല്ല എന്നുള്ള ആ ഒരു പരാതി നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇതുപോലുള്ള മയൂര പോലുള്ള ഈ ബ്രാൻഡ് തേയിലകളുടെ കൂടെയാണ് ഇതുപോലുള്ള ചിന്നാർ. ഇപ്പൊ ഈ മയൂരയ്ക്ക് പകരം നിങ്ങൾക്ക് സൂര്യനെല്ലിയോ അല്ലെങ്കിൽ AVTയുടെ കരടിക്കുടി പോലുള്ള ബ്രാൻഡുകളാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മയൂര നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾസെയിൽ കടയിൽ ഒരുപക്ഷെ ഇതുപോലൊരു മയൂര SRD ആയിരിക്കില്ല ചിലപ്പോൾ ഉള്ളത്. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ഉള്ളത് AVTയുടെ കരടിക്കുടിയോ അതല്ലെങ്കിൽ സൂര്യനെല്ലിയുടെ SRD അല്ലെങ്കിൽ SFD. സൂര്യനെല്ലിയുടെ പല ഗ്രേഡുകളുണ്ട്, SFD ഉണ്ട്, SRD ഗ്രേഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ബ്ലെൻഡിങ്ങിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ SFDയോ SRDയോ പോലെയുള്ള ഗ്രേഡുകൾ എടുക്കുകയാണ്. ഇപ്പോഴും മയൂര എടുത്തിരിക്കുന്നത് SRD ഗ്രേഡാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഗ്രേഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഈ ഒരു SRDയുടെ കൂടെ നമുക്ക് PD ഗ്രേഡ്, ഇനി ഇവിടെ PD പകരം നിങ്ങൾക്ക് RD ഗ്രേഡ് എടുക്കാം. ചിലപ്പോൾ ഒരു പക്ഷെ PD ഗ്രേഡ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ RD ഗ്രേഡ് എടുക്കുമ്പോഴെന്ന് വെച്ചാൽ 130 എന്നുള്ള വിലയിൽ വ്യത്യാസം വരും, 135 രൂപ. അപ്പൊ നിങ്ങൾ എന്റെ പ്രേക്ഷകരെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ PDക്ക് RD ഗ്രേഡിനേക്കാളും വില കൂടുതലായിട്ട് വരും. കാരണം വെച്ചാൽ PD ഗ്രേഡ് സ്റ്റോക്ക് കുറവാണെങ്കിൽ RD ഗ്രേഡിനേക്കാളും വില നമുക്ക് ചില സമയത്ത് കാണാറുണ്ട് PD ഗ്രേഡിക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് RDയോ അല്ലെങ്കിൽ PDയോ ഗ്രേഡ് ഇതുപോലുള്ള SRD ഗ്രേഡിന്റെ കൂടെ സൂര്യനെല്ലി ആയിക്കോട്ടെ, കരടിക്കുടി ആയിക്കോട്ടെ, ഇനി ഇഞ്ചിപ്പാറ എന്ന് പറഞ്ഞ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള തേയിലയുണ്ട്. വാട്ടർ ബ്ലെൻഡിനൊക്കെ ചെയ്യാൻ പറ്റിയ നമ്പർ 1 തേയില തന്നെയാണ്. അതുപോലുള്ള ഒരൊറ്റ ഒരു ബ്രാൻഡ് നിങ്ങളുടെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മീഡിയം ക്വാളിറ്റിയിൽ നിൽക്കുന്ന ബ്രാൻഡും ഇതുപോലെ ഒരു ടോപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന ബ്രാൻഡും കൂടെ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് പോലും നല്ല രീതിയിൽ ഇതിൽ നിന്ന് സമ്പാദിക്കാനായിട്ടും വരുമാനം നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇനി അങ്ങോട്ട് ഓണക്കാലഘട്ടമൊക്കെയാണ് വരുന്നത്. ഈ ഒരു ഓണക്കാലഘട്ടത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കച്ചവടം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ചിങ്ങമാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കച്ചവടം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ വെറുതെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് എടുത്തിട്ട് ഞാൻ വിൽപ്പന നടത്തി കഴിഞ്ഞാൽ ക്വാളിറ്റി കിട്ടും അല്ലെങ്കിൽ കംപ്ലൈന്റ് ആകും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. കാരണം വെച്ചാൽ നമ്മൾ വെറുതെ ഒരു ബ്രാൻഡ് എടുത്ത് മാത്രം നമ്മൾ കൊടുത്തിട്ട് വിൽപ്പന നടത്തിയിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെയൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അവിടെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അവിടെ തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും